ഞാനിപ്പോൾ കുറേ ദൂരം നടന്ന് ഇങ്ങോട്ട് വന്നു. ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്താറായി. സ്റ്റേഡിയത്തിൻ്റെ ഒരു വ്യൂ കണ്ടോ, നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അണ്ടർ-17 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മാച്ച് ഈ ഖലീഫ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇവിടെ നിന്നൊന്ന് ചുറ്റി കണ്ണോടിച്ച് നോക്കാം. ടോർച്ച് ടവറും ഖലീഫ സ്റ്റേഡിയവും ഖലീഫ സ്ട്രീറ്റും ഒക്കെ കാണാം. ഖലീഫ സ്ട്രീറ്റിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും മനോഹരമായ സ്ട്രീറ്റ് ലൈറ്റുകളുള്ളത് ഖലീഫ സ്ട്രീറ്റിലാണെന്ന് ഞാൻ പറയും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മുന്നിൽ കാണുന്ന സിഗ്നൽ ക്രോസ് ചെയ്താലും ആസ്പെയർ സോണിലേക്ക് പോകാം, സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാം. അപ്പോൾ പിന്നെ ഇവിടെ മെട്രോ സ്റ്റേഷനുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിയാലും നമുക്ക് അവിടെ പോയി കയറാം. എങ്കിൽ പിന്നെ അണ്ടർഗ്രൗണ്ട് വഴി പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യാം. ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഭൂമിക്കടിയിൽ നല്ല ആഴത്തിലാണ് കേട്ടോ. ചില സ്റ്റേഷനൊക്കെ 5 നില വരെ താഴ്ചയിൽ കോർണിഷിലെ ചില മെട്രോ സ്റ്റേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം 5 നിലയോളം ഭൂമിക്കടിയിലേക്കാണ് ആ മെട്രോ സ്റ്റേഷനിലൊക്കെ ഉള്ളത്. അതുപോലെ മുഷറബ് എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷൻ, മെട്രോ സ്റ്റേഷൻ്റെ മെയിൻ ജംഗ്ഷനാണ് മുഷറബിൽ. അവിടെയും ഇതുപോലെ തന്നെ 3-4 നിലകൾ താഴ്ചയിലുണ്ട്. പളുങ്ക് പോലത്തെ മെട്രോ സ്റ്റേഷനാണ് ഖത്തർ മെട്രോയുടെ ഓരോ സ്റ്റേഷനും. അന്ന് 2022 വേൾഡ് കപ്പിന് മുമ്പേ, എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിന് 1 വർഷം മുന്നേ മെട്രോ സ്റ്റേഷൻ പണി പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അന്ന് എങ്ങനെയാണോ ഇന്നും അതേ ക്വാളിറ്റിയോടുകൂടി വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾ നോക്കിയേ ഈ മെട്രോ സ്റ്റേഷൻ്റെ ഒരു തിളക്കം.